അയോധ്യ രാമക്ഷേത്രത്തിലെ കോടികളുടെ സംഭാവന തട്ടിപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ്. ക്ഷേത്രത്തിലെ പണം എണ്ണുന്ന ജീവനക്കാർ CCTV ക്യാമറകൾ മറച്ചുപിടിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്ന് പ്രത്യേക അന്വേഷണ സംഘം. SIT സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിലാണ് പുതിയ വെളിപ്പെടുത്തലുകൾ ഉള്ളത്. കേസിൽ 8 പേരെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിന് പിന്നാലെ രാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് സെക്രട്ടറി ചമ്പത് റായ് രാജിവെച്ചു. കൃത്യമായ ആസൂത്രണത്തോടെയാണ് അയോധ്യ രാമക്ഷേത്രത്തിലെ കാണിക്കപ്പണം എണ്ണുന്ന ജീവനക്കാർ കോടികൾ തട്ടിയെടുത്തതെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. പണം എണ്ണുന്ന മുറിയിലെ CCTV ക്യാമറയ്ക്ക് മുന്നിൽ ഒരാൾ മറഞ്ഞു നിൽക്കുമ്പോൾ മറ്റുള്ളവർ പണം കെട്ടുകളിൽ നിന്ന് മോഷ്ടിക്കുകയും വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിക്കുകയും പിന്നീട് അത് വിദഗ്ധമായി പുറത്തേക്ക് കടത്തുകയുമായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിലാണ് വെളിപ്പെടുത്തലുകളുള്ളത്. ബാങ്കിലേക്ക് അയക്കുന്ന പണത്തിന്റെ കെട്ടുകളിൽ അധിക നോട്ടുകൾ തിരുകി കയറ്റുകയും പിന്നീട് അവ കൈക്കലാക്കിയും തട്ടിപ്പ് നടത്തി. പണത്തിനു പുറമെ ഭക്തർ സമർപ്പിച്ച കമ്മലുകൾ, മൂക്കുത്തികൾ, വളകൾ തുടങ്ങിയ സ്വർണ്ണാഭരണങ്ങളും പ്രതികൾ മോഷ്ടിച്ചിട്ടുണ്ട്. ക്ഷേത്രം ഭക്തർക്കായി തുറന്നുകൊടുത്ത 2024 മുതൽ ഈ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നാണ് സൂചന. നിലവിൽ 70 ലക്ഷത്തോളം രൂപ അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് 8 പേരെയാണ് SIT പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ട്രസ്റ്റ് ഭാരവാഹികളുടെ അടുത്ത സഹായികൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരാണ് നിലവിൽ പിടിയിലായിരിക്കുന്നത്. കേസിന് പിന്നാലെ ക്ഷേത്രം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയും വിശ്വ ഹിന്ദു പരിഷത്ത് ഉപാധ്യക്ഷനുമായ ചമ്പത് റായ് രാജിവെച്ചു. നിഷ്പക്ഷത ഉറപ്പാക്കാനാണ് രാജിയെന്നാണ് ട്രസ്റ്റ് അധികൃതർ പറയുന്നത്. അതേസമയം കുറ്റക്കാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. ബാങ്കുകളിൽ പണം നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾക്ക് കവർച്ചയെക്കുറിച്ച് സൂചന ലഭിക്കുന്നത്. ഒരു കാണിക്ക വഞ്ചിയിൽ 6 മുതൽ 7 ലക്ഷം രൂപ വരെയാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ചില ആഴ്ചകളിൽ 500 രൂപ നോട്ടുകളുടെ കെട്ടുകളിൽ വലിയ കുറവ് കണ്ടെത്തി. തുടർന്ന് പണമെണ്ണുന്ന മുറിയിൽ രഹസ്യ ക്യാമറകൾ സ്ഥാപിച്ചതോടെയാണ് കവർച്ചയുടെ ദൃശ്യങ്ങളും പ്രതികളുടെ പ്രവർത്തന രീതിയും പുറത്തുവന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.